ജയ് ജയ് മിഷൻ ലീഗ്, 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 ജയ് ജയ് മിഷൻ ലീഗ്. ഭാരതമേ നിന്റെ രക്ഷ നിന്റെ സന്താനങ്ങളിൽ ധീരതയോടെന്നും നീങ്ങാ സത്യവിശ്വാസ നാടകുമാ ചെറുസൂനം ഉള്ളിനുള്ളിൽ തീയായി കത്തിപ്പടരുമ്പോൾ ഈശോയെ കാണാനുള്ള ആനന്ദത്താൽ നിറയുന്നു എന്നും പാടാം ഹല്ലേലൂയ. എന്നെ വാർത്തെടുത്തു എന്റെ കരം പിടിച്ചു ചെറു പുഷ്പത്തിൻ മടിത്തട്ടിൽ വളർന്നു വന്നു. എന്നെ വാർത്തെടുത്തു എന്റെ കരം പിടിച്ചു ചെറു പുഷ്പത്തിൻ മടിത്തട്ടിൽ വളർന്നു വന്നു. എന്നെ വാർത്തെടുത്തു എന്റെ കരം പിടിച്ചു ചെറു പുഷ്പത്തിൻ മടിത്തട്ടിൽ വളർന്നു വന്നു. ദൈവവിളിതൻ വീളനിലമായി ചെറു പുഷ്പം മാറിയപ്പോൾ ലോകം മുഴുവൻ ദൈവവചനം ഹൃദയം കൊണ്ടാലപിച്ചു. അൽഫോൻസാമദൻ സഹനപദം കൊച്ചു ത്രേസ്യാമയുടെ ലാളിത്യവും ദിവ്യകാരുണ്യ ജീവിതം ശക്തിപ്പെടാൻ കൂട്ടായിരത്തിൽ അനുദിനവും എന്നെന്നും പാടിടാം ഹല്ലേലൂയ. എന്നെ വാർത്തെടുത്തു എന്റെ കരം പിടിച്ചു ചെറു പുഷ്പത്തിൻ മടിത്തട്ടിൽ വളർന്നു വന്നു. എന്നെ വാർത്തെടുത്തു എന്റെ കരം പിടിച്ചു ചെറു പുഷ്പത്തിൻ മടിത്തട്ടിൽ വളർന്നു വന്നു. നമ്മുടെ ഇടവകയെ ശക്തമായി വിവിധ അപ്പസ്തോലന്മാരെ, വിവിധ ഭക്തി സംഘടനകളെ, വിശ്വാസ സമൂഹത്തെ, പ്രാർത്ഥനാ കൂട്ടായ്മകളെ, ഇടവക സമൂഹത്തെ, അധ്യാപകരെ, വിശുദ്ധീകരെ, യുവജനങ്ങളെ ശക്തമായി ചലിപ്പിക്കുന്ന നമ്മുടെ വലിയ ബഹുമാനപ്പെട്ട പ്രവർത്തകർ ചിരും വടക്കേ കോളേജിന് ഈ മീറ്റിംഗിന് വേണ്ടിയുള്ള കൃത്യമായ സ്വാഗതം ഞാൻ നേരുകയാണ്. സങ്കീർത്തനങ്ങളിലൂടെ ഇന്നും പ്രചോദനമായി തീരുകയാണ്. ഭാഗ്യത്തിന്റെ സങ്കീർത്തനങ്ങൾ ആണ് നമ്മൾ ഇപ്പോഴും ആ പ്രാർത്ഥനകൾ വായിക്കുന്നത്. ഈശോയുടെ പ്രാർത്ഥനാ പുസ്തകമായിട്ട് അറിയപ്പെടുന്നത് ദാവീദിന്റെ സങ്കീർത്തനമാണ്. അങ്ങനെ ആ ചൈതന്യത്തോട് ചേർന്നാണ് ജിതിനച്ചൻ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വിശീലിങ്ങനെ നയിക്കുന്നത്. പ്രത്യേകിച്ച് ജിതിനച്ചനെ ഒരിക്കൽ കൂടി നമുക്ക് നല്ലൊരു കൈ കൊടുക്കാം. അഭിമാനമുണ്ട് നമ്മുടെ ജിതിനച്ചൻ നമുക്കൊപ്പമായിരുന്നു എന്നുള്ളത്. നമ്മൾ ചിലരുടെ സാന്നിധ്യം വഴി അനുഗ്രഹിക്കപ്പെടുകയാണ്. അത് നമ്മൾ 2025 ഈ ആഗസ്റ്റ് മാസം 17-ാം തീയതി നമ്മളിവിടെ ഒരുമിച്ച് കൂടുമ്പോൾ ജിതിനച്ചന്റെ സാന്നിധ്യവും നമ്മൾ സ്വർഗോന്മുഖരായി ജീവിക്കാനാണ് ഈ വർഷത്തെ ക്രിസ്തുവിന്റെ വിളഭൂമിയിൽ പ്രത്യാശയുടെ തീർത്ഥാടകരെ, അതായത് മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു ദൈവം അവൻ നമുക്കായി കാത്തിരിക്കുകയാണെന്നുള്ള വലിയ സന്ദേശം കൊടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വെമ്പുവായ ഇടവകയുടെ കോമഡി ഉത്സവത്തിൽ പോയപ്പോൾ അവരെന്നോട് പറഞ്ഞു സിനിമ പാട്ട് പാടണമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു ഞാൻ പാടാമെന്ന് പറഞ്ഞു. കാരണം സിനിമ പാട്ട് പാടില്ല എന്ന് ഞാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവസരം കിട്ടത്തില്ല. ഞാൻ പറഞ്ഞു ഞാൻ സിനിമ പാട്ട് പാടാം എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും എത്ര പാട്ട് പാടുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 3 പാട്ടുകളൂടെ ഞാൻ പാടും. ഏതൊക്കെയാണെന്ന് ചോദിച്ചു. ബഹുമാനപ്പെട്ട ജിതിനച്ച, പ്രിയ അധ്യാപകരെ, മാതാപിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളിന്നിവിടെ ആയിരിക്കുന്നത് മാതാവിന്റെ സർഗാരോപണ തിരുനാളിന്റെയും സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന മീറ്റിംഗിലാണ്. അതുകൊണ്ട്
സകലത്തിന്റെയും സർക്കാരുകളുടെ തിരുനാളിന്റെ ആശംസകൾ നേരുന്നു. നന്ദി പറയുക എന്ന കർത്തവ്യമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഈ യോഗത്തിന്റെ അധ്യക്ഷ പദം അലങ്കരിച്ച ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ജിനുവച്ചന് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ യോഗം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് നല്ലൊരു സന്ദേശം അറിയിച്ച ജിനുവച്ചനും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. നമ്മുടെ സൺഡേ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും നേതൃത്വം നൽകുന്ന ഹെഡ് മാസ്റ്ററിനും പ്രിയപ്പെട്ട അധ്യാപകർക്കും നന്ദി അർപ്പിക്കുന്നു. ഇവിടെ ആയിരിക്കും അതുപോലെ തന്നെ പ്രോഗ്രാമുകൾ ചെയ്യാനിരിക്കുന്നതായ എല്ലാ കുട്ടികൾക്കും നന്ദി അർപ്പിക്കുന്നു. രൂപത മിഷൻ ലീഗിന്റെ വൈസ് ഡയറക്ടർ സിസ്റ്റർ ട്രീസ സിസ്റ്ററിനെ നന്ദി പറയുന്നു. എടുത്തു പറയുകയാണെങ്കിൽ ഒന്നാം ഗ്രൂപ്പിന്റെ ഇൻചാർജ് എന്ന് പറയുന്നത് റീന ടീച്ചറും അതുപോലെ തന്നെ ടീന ടീച്ചറായിരുന്നു. ടീച്ചർമാർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിള്ളേരുടെ പുറകെ നടന്ന് അവരുടെ എല്ലാ കാര്യവും കോർഡിനേറ്റ് ചെയ്യാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കും ടീച്ചേഴ്സ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പ്രത്യേകമായി നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം മനോഹരമാകുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രസൻസ് കാരണമാണ്. അതുകൊണ്ട് ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.
ഉണർവും നടക്കും നടന്നാരോ ഇറങ്ങും